പത്മ, ഒരു ചെറുപുഞ്ചിരി. ശ്രീരമണയുടെ ചെറുകഥയായ മിഥുനം ആസ്പദമാക്കി MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ഒരു ചെറുപുഞ്ചിരി. കൃഷ്ണക്കുറുപ്പിൻ്റെയും അമ്മാളുക്കുട്ടിയുടെയും പ്രണയകഥയാണ് ഒരു ചെറുപുഞ്ചിരി. അതെ, 60-70 വയസ്സ് പ്രായമുള്ള രണ്ട് ചെറിയ കമിതാക്കൾ. കൃഷ്ണേട്ടൻ എപ്പോഴും തിരക്കിലാണ്. ചെടികളോട് സംസാരിക്കുക, അവരെ തലോടുക, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നിങ്ങനെ. അമ്മാളുക്കുട്ടിയോ കൃഷ്ണേട്ടൻ്റെ പുറകെ പഴയ കാര്യങ്ങൾ പറയുക, ഓരോരോ കാര്യങ്ങൾ ഓർത്തെടുക്കുക. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ എന്ന പാട്ട് മറന്ന് വീണ്ടും ആ സിനിമ ഏത്, തങ്ങൾ കണ്ട രാത്രി ഏത് എന്നൊക്കെ ഓർത്തെടുക്കുന്നവർ. എന്നാൽ കൃഷ്ണേട്ടനാകട്ടെ മോരുകറിക്ക് ഇന്ന അളവ്, ചോറിന് ഇന്ന അളവ്, മെഴുക്ക് പുരട്ടിക്ക് ഇന്ന അളവ് എന്ന് ഓരോ അളവും കൃത്യമായി അമ്മാളുക്കുട്ടിയോട് ഓരോ ദിവസവും പറയുന്നു. അടുത്ത വീട്ടിലെ ജാനുവും മാലതിയും സഹായിക്കാൻ വരുന്ന കൊച്ചു പയ്യനായ കണ്ണനും എല്ലാവരെയും നമ്മളെ പരിചയപ്പെടുത്തുന്നു. അമ്പല കമ്മിറ്റിയിലെ ആൾക്കാർ വാതിൽക്കലെത്തി പിരിവ് ചോദിക്കുന്നു. പോയി വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും വകുപ്പുണ്ടാക്കുക, എന്നാൽ ഞാൻ പണം തരാം എന്ന് പറഞ്ഞ് അവരെ ആട്ടിപ്പായിക്കുന്നു കൃഷ്ണേട്ടൻ. പഴയകാലം ഓർത്തെടുക്കാനായി തൻ്റെ ഒരു സുഹൃത്ത് രാത്രിയിലെത്തുന്നു. അയാളുമായി ഒന്ന് മിനുങ്ങി പാട്ടൊക്കെ പാടി കൃഷ്ണേട്ടൻ അങ്ങനെ കൂടുന്നു. ഇതിനിടയിൽ ബീന എന്ന ചെറുമകൾ അമ്മയും അച്ഛനും എതിർക്കുന്ന തൻ്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ച് സംസാരിക്കുന്നു. ആ വിവാഹം അവർ നടത്തി കൊടുക്കുന്നു. അയൽപക്കത്തെ കുട്ടിയുടെ കല്യാണത്തിനായി എല്ലാ ചിലവും മുൻനിരയിൽ നിന്ന് ഏറ്റെടുത്ത് അതും നടത്തി കൊടുക്കുന്നു. ആ വിവാഹത്തിന് പോയി മടങ്ങി വരുന്ന വഴിയിൽ ആദ്യമായി തങ്ങൾ കണ്ട കാഴ്ചകളും തമ്മിൽ കണ്ട നിമിഷങ്ങളും വിവാഹവും ബസ് യാത്രയും എല്ലാം അവരിരുവരും സംസാരിച്ചുകൊണ്ടേ നടന്ന് വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തിച്ചേർന്ന സദ്യ ഇല വിളമ്പി ആസ്വദിച്ച് രസിച്ച് പായസം ഉൾപ്പെടെ ഇരുവരും കഴിക്കുന്നു. അമ്മാളുക്കുട്ടി കൃഷ്ണേട്ടനോട് ഒന്ന് കിടന്നുറങ്ങിക്കോളൂ, വൈകിട്ട് വിളിക്കാം, ഒന്ന് നടക്കാം എന്ന് പറഞ്ഞ് ഇരുവരും കിടക്കാൻ ഒരു ചെറിയ കട്ടിലിൽ ഒരുമിച്ച് കിടക്കുന്നു. അമ്മാളുക്കുട്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. കൃഷ്ണേട്ടൻ ഒന്ന് മയങ്ങുന്നു. അമ്മാളുക്കുട്ടി ഇടയ്ക്കൊന്ന് നിർത്തി കൃഷ്ണേട്ടൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ഒരു ചെറു പുഞ്ചിരി, അത്രമാത്രം. കൃഷ്ണേട്ടൻ ആ ചെറു പുഞ്ചിരി നൽകി യാത്രയായി. അമ്മാളുക്കുട്ടി വീണ്ടും അതേ ഇലകൾക്കും ചെടികൾക്കും മരങ്ങൾക്കിടയിൽ നടക്കുന്നു. പ്രായമാകലും പ്രണയവും അന്നും ഇന്നും എന്നും ഒരിക്കലും നഷ്ടപ്പെടാത്ത അസ്തമിക്കാത്തൊരു സൂര്യനാണെന്ന് MT വാസുദേവൻ നായർ ഒരു ചെറുപുഞ്ചിരിയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു. സിനിമ കാണാത്തവർ കാണുക. ഒരു ചെറുപുഞ്ചിരി. പത്മ.